everything I wanted. Here's to you, never sleeping through, from midnight till the morning. Had to crawl before you walked, before you ran, before I knew it. You were trying to free your fingers from my hand, 'cause you could do it on your own now. Somehow, slow down, won't you stay here a minute more? I know you wanna walk through the door, but it's all too fast. Let's make it last a little while. I pointed to the sky, and now you wanna fly. I am your biggest fan, I hope you know I am. But do you think you can somehow slow down? Here's to you, every missing tooth, every bedtime story. Here's to Barbie cars, lightsaber wars, sleeping in on Sunday. Had to crawl before you walked, before you ran, before I knew it. You were teaching me the only thing love can. Hold hands through it when it's scary. You've got me. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ, ദുഷ്ടായ രോഗിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസന് അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്നെ വിളിക്കുവാൻ ശിശുവിനെ അർഹനാക്കണമേ. ഈ ഭൂദാസ് യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരവി നടക്കുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും, ഒട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിരളിച്ചത് കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനമേ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ശിശു പൊതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവമായി തീരുന്ന ദാസൻ ഉദാസികളുടെ സ്വീകരണം വേണ്ടി ആത്മീയവും ശാരീരികമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനെടുത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തലോട്ടപ്പനും തലോട്ടമ്മയും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൽ. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശ്വമിശിഹായി നിൻ രക്ഷകനെ നീ സ്വീകരിക്കുന്നുവോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദം സൈമൻ നിരന്നിരിക്കുന്നു.
പരിശുദ്ധാത്മാവുമായ സർവീസിനായി ആരാധനയും സമർപ്പിക്കുവാൻ സകലത്തെയും നാഥായി നയിക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന വിശുദ്ധനും സുസ്ഥിരനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കൽപ്പനകളുടെ മധ്യവസ്ത്രം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മസ്ഥയെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശ്രമവും രക്ഷയും ഞങ്ങൾ കടമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ നീ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും. വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവഭക്തന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊന്നാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Hallelujah, hallelujah, hallelujah.
ഞാൻ സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതി പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടെ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. ഇപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരനായി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയായിരുന്നു ഇത്. പക്ഷേ അതിനേക്കാളേമായി മറ്റൊരു ആണ് എനിക്ക് ഇങ്ങനെ അവസരം കിട്ടിയത്. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എന്തായാലും എനിക്ക് പണിയിലേക്ക് വീണ്ടും അവസരം സംവിധാനമായി എല്ലാവരെയും അങ്ങനെ സാധിക്കുന്നത് പൂർണ്ണമായും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. മായയെക്കുറിച്ച് വിവാഹത്തിനെത്രയും മുമ്പ് എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ലെങ്കിൽ മായയെക്കുറിച്ച് അതുപോലെ ഞാൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം എനിക്ക് വളരെ അവരോട് അടുത്താണ് എനിക്ക് ഇടപെടാൻ ചാൻസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻ പറ്റാത്തത്. അവർക്ക് 4-5 കുട്ടികളുണ്ടായാലും ഞാൻ ചിലപ്പോൾ വീണ്ടും വരും. അതാണ് ഒരു വേറെ വിഷയം. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ പുഞ്ചിരിയാണ്. മനുഷ്യവംശത്തെ നോക്കി ദൈവം പുഞ്ചിരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളുടെയുമാണ്. എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ടായി നിൽക്കുന്നോ അവിടെയൊക്കെ ദൈവത്തിന്റെ പുഞ്ചിരിയെ നമ്മൾ തിരസ്കരിക്കാമെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്. ബൈബിളിന്റെ ചരിത്രം മുഴുവൻ കുഞ്ഞുങ്ങളുടെ ചരിത്രം. ബൈബിളിൽ എഴുതാവുന്നത് വേറെ വിഷയം. കുഞ്ഞുങ്ങളുടെ ചരിത്രം എന്നാൽ അബ്രാഹത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം, ഞാൻ നിനക്ക് എണ്ണിയാൽ തീരാത്തത്ര കടൽത്തീരത്തെ മണൽത്തിരി പോലെ കുഞ്ഞുങ്ങളെ നൽകണം. പിന്നീട് കുഞ്ഞുങ്ങളെ ചരിത്രമാണ്. ഇസ്ഹാഖിനെ കുറിച്ച്, യാക്കോബിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ചരിത്രമാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ദൈവത്തിന്റെ പദ്ധതിയെ നിവർത്തിതമാക്കുന്നത് സത്യമാണ്. പക്ഷേ കുഞ്ഞുങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് നമുക്ക് ഓരോ കുഞ്ഞിന്റെയും രംഗപ്രവേശത്തെ ദൈവം ഒരു കുടുംബത്തിന് നൽകിയ, മാനവ വംശത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായി നമുക്ക് കരുതാം. അവരൊക്കെ ചിലപ്പോൾ എന്തുകൊണ്ട് സന്തോഷം. 5 മാലാഖമാരെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. 5 മാലാഖമാരുള്ള ഒരു സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെട്ടതുകൂടെയാണ് 5 കുഞ്ഞുങ്ങളുള്ളത്. അവിടെ ഞാൻ കെട്ടിച്ച എല്ലാവരും വിവാഹപക്ഷത്തിലെ എല്ലാ ദമ്പതികളോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 5 കുട്ടികളാണ് ഉള്ളതാണ്. ഇത് മാത്രമേ അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ മാനവ വംശത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനത്തെ നമ്മൾ കൈനീട്ടി വാങ്ങുകയാണ്. ഇനി മാമോദീസയെ കുറിച്ച് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സംഭവം. മാമോദീസയിലൂടെ ഒരു കുഞ്ഞ് തിരുസഭയുടെ അംഗമായി സവിശേഷമായി ദൈവത്തിന്റെ മകനായി മകളായി മാറുകയാണ്. നമുക്ക് ഏറെ പോലെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തം നമ്മൾ വിചാരിക്കും മാതാപിതാക്കളെ നോക്കണം. അല്ല, നിങ്ങളെ കുഞ്ഞിനെ തന്നെ നിങ്ങളുടെ അവസ്ഥ അതാണ് വിഷയം. കുഞ്ഞാരെയാണ് സ്റ്റേറ്റിന്റെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു കുഞ്ഞ് സ്റ്റേറ്റിന്റെ ഓണർഷിപ്പിലാണ്. അതുപോലെയാണ് ഒരു കുഞ്ഞ് മാമോദീസ സ്വീകരിക്കുമ്പോൾ തിരുസഭയുടെ സ്വന്തമായി മാറുന്നത്. ദൈവത്തിന്റെ മകനായി മകളായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുക. അവിടെ മാതാപിതാക്കന്മാർക്കും തലവട്ടത്തിനെ കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കുന്ന ദിവസമാണ് മാമോദീസയുടെ ദിവസം. കാരണം
ദൈവം നിങ്ങൾക്കൊരു മാലാഖയെ തരും. ഈ മാലാഖയെ വളർത്തി ദൈവത്തിന്റെ പദ്ധതിപ്രകാരം ഒരു വിശുദ്ധനാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ ദൈവമകനാക്കാം, നിങ്ങൾ മനസ്സ് വെച്ചാൽ പിശാചാക്കാം. 2 സാധ്യതകളുണ്ട്. ഈ 2 സാധ്യതകൾ നിങ്ങൾക്ക് വെച്ചിരിക്കാൻ. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദൈവമകനാക്കാം, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് പിശാചാക്കാം. 2 സാധ്യതകൾ. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരോടുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ഈ കുഞ്ഞ് നിങ്ങളുടെ ആണോ? നിങ്ങളുടെ ആണെന്ന് വെച്ചാൽ നിങ്ങൾ തലയെക്കുറിച്ച് എന്താ സംശയം വരും? അല്ല, നിങ്ങളുടെ അല്ല, ദൈവത്തിന്റെ. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? ദൈവത്തിന്റെ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത്രയോ. ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഗൗരവമായ ഉത്തരവാദിത്വം നിങ്ങളുടെ ബാധ്യതയാണ്. കണക്കുകൊടുക്കപ്പെടേണ്ട ഉത്തരവാദിത്വമാണ് എന്ന് മാതാപിതാക്കളെല്ലാം എപ്പോഴും ഓർക്കും. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളിലൂടെ ജനിച്ചു വന്നേയുള്ളൂ, അതൊരിക്കലും ഞങ്ങളുടെയല്ല, ദൈവത്തിന്റെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി വളർത്തുന്നതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. ഈ ദിവസം എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ കുഞ്ഞിനെ ആശംസിക്കാൻ വേണ്ടി അവതരിക്കുന്നത്. ആദിമസഭയുടെ സഭാസം ഒന്നിച്ചാണ് ആദ്യസഭയ്ക്ക് വരുന്നത്. അവരെല്ലാവരും കൂടെ വിശ്വാസീകരിച്ച് അവരെ അഭിനയിച്ച് നമ്മുടെ സമൂഹത്തെ സ്വീകരിക്കുന്നു. ഈ കുഞ്ഞിനെ തിരുസഭ സ്വന്തമായി സ്വീകരിക്കുന്ന ഈ വലിയ ദിവസം നമുക്ക് സമ്പന്നം വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവഭവനെ തന്റെ കൃപയെ നോക്കട്ടെ. സഭയ്ക്കും സമൂഹത്തിനും രാജ്യത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരുവാൻ, കുടുംബത്തിനും പ്രിയപ്പെട്ടവരായിട്ട് വളരുവാൻ ദൈവം ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ദൈവത്തെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമധേയപ്പെടുന്നു. സഹായിക്കുകയും പ്രകാശമായ വിശുദ്ധ നിനക്ക്
അവരെ ശക്തിപ്പെടുത്തേക്ക് അടുത്ത കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹന്മാരുടെയും പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേവദാനങ്ങളുടെ ദാസന നൽകുന്നതായ എളിയവനായും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതനാക്കണമേ. മാതാപിതാവെ ഞങ്ങളെ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവക ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയം തന്നെയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംഹനവും ഇവരിൽ നിറയട്ടെ. അങ്ങനെ അനുഗ്രഹത്താൽ പൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. ഞങ്ങളുടെ മേഖലയുടെ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയും ആരംഭിച്ചിരുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസനെ സംരക്ഷിക്കട്ടെ. വിശുദ്ധയുടെ ദിവ്യ പരിമളം ജീവിതത്തിലൂടെ നീളം പ്രസരിപ്പിക്കുവാൻ ഇതിനിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി ആഡം സൈമൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജീവന്റെ കിരീടം നീക്കപ്പെടുന്നു. മാമോദീസ വഴി ദൈവപുത്രനായി ശിശുവിടെ നമുക്ക് ദൈവത്തെ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ,
അറിയുന്നു ഞാൻ സ്നേഹം അത് തിരുക്കയില്ലാത്ത സ്നേഹം തിരുഹൃദയത്തിൽ ഞാൻ ഉയർന്നു സമ്പന്നമാക്കിയതിന് നിങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസനും സത്യത്തിലും ആത്മാവിനെ മഹത്വപ്പെടുത്തുവാൻ പിതാവും ശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, സ്തുതിക്കണമേ. My heart's been in a wild, and somewhere it got lost. I built these walls around me till I couldn't see the cross. When all I loved had left me, somehow you still stayed, adopted in this orphan and washed away my stains. So I will wait for you. I will wait for you. Oh, I know you're working all things for my good. So I trust you in this valley. I know that you're still God. I'm sorry I've been different, but you are still the same. And even though my heart's so weary, remind me through my pain. Your promise is still with me. You will not forsake. And right here in my fire's where you're pouring out your grace. So I will wait for you. I will wait for you. Oh, I know you're working all things for my good. ഒരിക്കൽ നമ്മുടെ എല്ലാം പ്രതിനിധിയായി ഒരുവൻ ചോദിച്ചു, ഗുരു, പ്രായമായ ഒരുവന് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കുവാൻ സാധിക്കുമോ? ആ നല്ലവനായ ഗുരു ക്രിസ്തു മറുപടി പറഞ്ഞു, മോനെ നിക്കോദെമോസേ, സത്യം സത്യമായി ഞാൻ പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. Yes, here we celebrate a birth from above. അതെ, ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം നാം ഇവിടെ ഇന്ന് ആഘോഷിക്കുകയാണ്.
ദാമ്പത്യത്തിന്റെ പദ്ധതിയിൽ മക്കളാകുന്ന സുഗന്ധമൊക്കെ വിരിയുമ്പോൾ കുടുംബമാകുന്ന ആരാമം അനിർവചനീയമായ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആസ്വാദികരമായ സ്വസ്ഥമായി മാറും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ആ നിഷ്കളങ്ക സ്നേഹത്തെ, സ്വർഗീയ സ്നേഹത്തെ കൈകരുതി മായയും ജപനെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ല പേരോടുകൂടി നമുക്ക് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നാല് 5/2024 ചുടനാൾ കുടുംബത്തിന്റെ സംബന്ധിച്ച് ദൈവിക സ്നേഹത്തിന്റെ സ്പന്ദനങ്ങൾ ഒഴുകിക്കെട്ട ദിനമായിരുന്നു. വിശുദ്ധ സ്നേഹം അവതരിച്ചിരിക്കുന്നു. സുഖം വീണ്ടും ദൈവത്തിന്റെ കരകരുത് ആസ്വദിച്ച ദിനം. രണ്ട് കുടുംബങ്ങൾ ദൈവം സന്തോഷിച്ച ദിനം. അതിലേറെ ജിബിൻ മായ ദമ്പതികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്. So let's thank God for all the precious gifts of Adam, Simon, Jibril. ദൈവസ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും വാത്സല്യത്തിന്റെയും സൂക്തങ്ങൾ ഓർമ്മ കൊടുക്കുന്നതിൽ വലിയ പങ്ക് ഗ്രാൻഡ് പേരൻസിനുണ്ട്. അവരായിരുന്നു ഇന്നത്തെ വിശുദ്ധ കർമ്മത്തിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. വീണ്ടും ജനനത്തിന്റെ ആഘോഷവേദിയിലേക്ക് ആദം, സൈമൺ, ജിബിന്റെ ഗ്രാൻഡ് പേരൻസിനെ, ജിബിന്റെയും മായയുടെയും മാതാപിതാക്കളെ, മിസസ് സൈമൺ, മിസസ് ലൂസി സൈമൺ, മിസസ് സണ്ണി, മിസസ് എൽസമ്മ, ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് പേരൻസിനെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു പേരോടെ നമുക്ക് ഈ വേദിയിലേക്ക് ഇവരെ സ്വീകരിക്കാം. ഈ മനോഹരമായ വേദിയിലേക്ക് ജിബിന്റെയും മായയുടെയും ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വന്തമായിട്ടുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്. ജനനം മുതൽ ഞാൻ എന്നെ ആശ്രയിച്ചു, മാതാരോദരത്തിൽ അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തനൊപ്പം നമുക്കും ആദ്യം ജീവിക്കുന്ന ദൈവിക ദാനത്തിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ദൈവം പുഞ്ചിരിക്കുന്നു. നിമിത്തമായി ഓരോ സൃഷ്ടിയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നതിന് കാരണമുണ്ട്. Adam, Jibin, Simon, the masterpiece of God, the Creator, born of the zealous Jibin, Simon, and cute Maya Sunny. ആദം ഹീബ്രു പദമായ ആദമിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഭൂമി എന്നർത്ഥം, അതിലേറെ മനുഷ്യത്വം എന്നർത്ഥവും ഈ പേരിനുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം the baptism name is Simon. അതിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. One who listens, കേൾക്കാൻ സന്നദ്ധ ഉള്ളവർ എന്നർത്ഥം. മനുഷ്യത്വത്തിന്റെ ഭാവം ഉൾക്കൊണ്ട് മറ്റുള്ളവരെ കേൾക്കുവാനും സ്നേഹിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട ആത്മകുഞ്ഞിന് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശംസിക്കാം, പ്രാർത്ഥിക്കാം. Now we are very happy with the auspicious moments,
especially our little Adam Christized, and now it's a time to share the joyfulness. ഈ ആത്മീയാഘോഷത്തിന്റെ അതിമനോഹരമായ നിമിഷങ്ങൾക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേക്ക് കട്ടിംഗ് ആണ്. നമ്മുടെ പ്രിയ താരം ആദം സൈമൺ ജിബിൻ കുഞ്ഞിനായി കേക്ക് കട്ട് ചെയ്യുന്നത്. കുഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് വരാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ച വാതായനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിബിൻ മായ ദമ്പതികൾ. കുഞ്ഞിനായി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we request Jibin and Maya to cut the cake in the presence of Adam Simon's grandparents. Please you cut the cake. നല്ല കൈയടി നൽകാം നമുക്ക് ഈ നിമിഷം. സ്നേഹത്തിന്റെ മധുരം പറഞ്ഞറിയുന്ന ഈ അപൂർവ നിമിഷത്തില് ജീവിതബോധത്തിന്റെയും സ്നേഹമാനത്തിന്റെയും ഈ നിമിഷമായി ആശംസിക്കാം. ഒരു ഈ ദിവസത്തിലെ ഏറ്റവും അധികം ആത്മസന്തോഷം അനുഭവിക്കുന്നത് ഈ ഗ്രാൻഡ് പേരൻസ് ആണ്. ഒരു തലമുറയുടെ പ്രാർത്ഥനയാണ് അടുത്ത തലമുറയുടെ അനുഗ്രഹം. അതിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. തലമുറകൾ കടന്നു പോകുമ്പോൾ മുമ്പിൽ കടന്നുപോയ തലമുറകളുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ഉദരസമാനമായി ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന ഓരോ കുഞ്ഞു മാലാഖകളും. മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും പവിത്രമായ പാതയിൽ പരസ്പരം പങ്കുവെച്ച് പരിപോഷിപ്പിച്ച് നീങ്ങുവാൻ ജിബിനും മായയ്ക്കും സാധ്യമാകട്ടെ എന്നും ഒപ്പം ദൈവം നൽകുന്ന മക്കളെ സഭയ്ക്കും സമൂഹത്തിനും സഹോദരങ്ങൾക്കും മാതൃകയും മുതൽക്കൂടുമായി വളർത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആദം സൈമൺ ജിബിൻ, മാൻ ഓഫ് കമ്പാഷൻ, എന്നും ദൈവികമായ സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രസരിപ്പോടെ മുന്നേറുവാനും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും ഒപ്പം ശൈശവ ബാല്യ കൗമാര വാർദ്ധക്യ പടവുകൾ വിജയകരമായി പൂർത്തിയാക്കി ചുണ്ടനാൽ കുടിലിൽ പറമ്പിൽ കുടുംബത്തിന് എന്നും അഭിമാനമായി മാറട്ടെ എന്നും ഞങ്ങൾ ദീർഘമായി ഈ നിമിഷം ആശംസിക്കുന്നു. നല്ലൊരു കാര്യം നമുക്ക് ഇതിനായി നൽകാം. പ്രാർത്ഥനാശംസകൾ നേരാം. ഏറെ അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ ആത്മതുടുപ്പിന്റെ നിമിഷങ്ങളാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ ദിനത്തിന് മാറ്റുകൂട്ടാൻ മറ്റൊരു ഇവന്റ് കൂടി നമ്മൾ ഇവിടെ സാക്ഷികളാവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജിബിന്റെ മാതാപിതാക്കൾ സൈമൺ ലൂസി ദമ്പതികൾ അവരുടെ 45ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. ഏറെ സന്തോഷം തരുന്നു ഈ വേദിയിൽ. ഇപ്പോൾ നീണ്ട 45 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒളിമാമാക്കം ഓർമ്മകൾ പ്രതി ചുവണ്ടെന്നാൽ സൈമൺ ലൂസി ദമ്പതികൾ ഈ വേദിയിലുണ്ട്. സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു പോയ 45 വർഷങ്ങൾ. ഇത് ദൈവസന്നിധിയിലെടുത്ത പ്രതിജ്ഞയാണ്. സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ദിനം ഓർക്കുന്നില്ലേ? ഇല്ലേ? എന്തൊരു സന്തോഷം ഓർക്കുമ്പോ. 45 വർഷമാണെങ്കിൽ മനോഹരമായ നിമിഷങ്ങൾ ഓർമ്മയിൽ നിലനിൽക്കുന്നു. ഈ ദാമ്പത്യ ജീവിതയാത്രയിൽ അധ്വാനത്തിന്റെയും പങ്കുവെക്കലിന്റെയും കഷ്ടപ്പാടിന്റെയും അഭിമാനത്തിന്റെയും കരുതലിന്റെയും ആശ്വാസങ്ങളുടെയും വിട്ടുകൊടുക്കലിന്റെയും സഹനത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെ പടവുകൾ നിങ്ങൾ താണ്ടിക്കഴിഞ്ഞു. ഇനി മുതൽ ജീവിതയാനം തുടരാൻ ധാരാളമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സൈമൺ ചേട്ടായിക്കും ലൂസ് ചേച്ചിക്കും ദൈവം നൽകിയ മക്കൾ ഒപ്പം ഈ വേദിയിലുണ്ട്.
പ്രിയപ്പെട്ട സേവന ലൂസി ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ആയുരാരോഗ്യം നേടാം. സ്നേഹത്തിന്റെ കേക്ക് കട്ട് ചെയ്തതിനു വേണ്ടിയിട്ട് അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. നല്ലൊരു കൈയടി നമുക്ക് അവർക്ക് നൽകാം. Before the world, you loved me first. Jesus redeemed me from the curse. In agony, he bled and died. I have been baptized into Christ. I have been crucified with Christ, buried with him and made alive. He lives in me, now sin must die. I have been baptized into Christ. I have been baptized into Christ, into his death and raised to life. Jesus is all and he is mine. I have been baptized into Christ. Oh, praise the Father, Spirit, Son, for Christ the Lord has overcome. And while he lives, I cannot die. I have been baptized into Christ. I have been baptized into Christ, into his death and raised to life. Jesus is all and he is mine. I have been baptized into Christ. So come what may, I will not fear. In life and death, the Lord is near. Now I am bound for paradise. I have been baptized into Christ. I have been baptized into Christ, into his death and raised to life. Jesus is all and he is mine. I have been baptized into Christ. I have been baptized into Christ, into his death and raised to life. Jesus is all and he is mine. I have been baptized into Christ. I have been baptized into Christ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ പിന്നും സൂര്യനും ചന്ദ്രനും വന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നതും വിട്ടു നില്ലും ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ലും ഇവനെ നെടുവാനായി എന്നും ജനത്തിരക്കും കാലം കാത്തുവച്ചാൽ പൊറുത്തു കൊള്ളും എന്നും വിനാക്കി എന്നും വിനാക്കി
അണ്ണൻ വീശ വെച്ചോറാട്ട പുലി ഇടയാൻ നിന്നോർക്കും പണ്ടേയവർക്ക് അട്ടപ്പാറ കൊണ്ട് ജ്യൂസടിച്ച സോള മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാണെന്തേ കരയാൻ പാരാരും Smoke clouds all around, couldn't see your face. Darkness consumed me, stuck in the bitterness. But I know there's a light that's waiting up ahead. So I'll stay in the fight and look to the one who said, hold on just a little bit longer. I know it's gonna be okay. These days are gonna make you stronger. You'll find purpose in the pain. Hold on just a little bit longer. Deep down there's a well of faith. Let hope arise as you're lifting up my name. And just hold on. Just hold on. Hold on. Your promise, it still stands. It's chasing after me. The rainbow through storm clouds is how I'm gonna see that there is a light that's waiting up ahead. So I'll stay in the fight and look to the one who said, hold on just a little bit longer. I know it's gonna be okay. These days are gonna make you stronger. You'll find purpose in the pain. Hold on just a little bit longer. Deep down there's a well of faith. Let hope arise as you're lifting up my name. And just hold on. Hold on, hold on. Wait till you see what's at the end of the road. A new life is ready to unfold. Hold on just a little bit longer. I know it's gonna be okay. These days are gonna make you stronger. You'll find purpose in the pain. Hold on just a little bit longer. Deep down there's a well of faith. Let hope arise as you're lifting up my name. And just hold on. Hold on, hold on.
എന്നാത്മാവ്